Hey, hello. This is OFT അഥവാ ഔട്ട്ലോ സ്റ്റുഡിയോസ്. സോ കുറച്ച് കാലമായി വീഡിയോസ് ഒക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ ആക്ച്വലി ഷെങ്കൻ വിസ എടുത്തിട്ട് ഒരു യൂറോപ്യൻ ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ ആ യൂറോപ്യൻ ട്രിപ്പിന്റെ ഒരു സീരീസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ വെച്ച് ആ ഫ്ലോ അങ്ങ് പോയി. വർക്ക് ഇതൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയി പോയി. പിന്നെ 2024 അവസാനം കുറച്ച് ഷോക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ പോയി. സോ അതിന്റെ തന്നെ റിമൈനിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഹൗ ടു അപ്ലൈ ഫോർ എ ഷെങ്കൻ വിസ. സോ തീർച്ചയായിട്ടും ഈ വർഷം അല്ലെങ്കിൽ ഈ വരുന്ന സമയങ്ങളിൽ യു കെയിലുള്ള ഒരു ഷെങ്കൻ വിസയ്ക്ക് എടുക്കാൻ നിൽക്കുന്നവരൊക്കെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ തീർച്ചയായിട്ടും ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാന്നുള്ളൂ. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഒരു ട്രാവൽ ഏജന്റിന്റെയോ ഏജൻസിയുടെയോ ഒന്നും പുറകെ പോയി അതിന് വേറെ സ്പെഷ്യൽ കാശും കളഞ്ഞ് അല്ലെങ്കിൽ അവർ തരുന്ന ഐറ്റിനറി അനുസരിച്ചുള്ള ട്രിപ്പ് പോകണമെന്നൊന്നുമില്ല. നമുക്ക് തന്നെ ചെയ്യാവുന്ന സംഭവമാണ്. വളരെ സിമ്പിൾ ആണ്. വലിയ സംഭവങ്ങളൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത്. ട്രിപ്പ് പോയി വന്നതും ഇപ്പൊ ഈ വർഷവും ഒരെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടി ഷെങ്കൻ വിസ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും ചെയ്യുക. സോ ഇത് വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ അതിന്റെ സംഭവങ്ങളാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ രണ്ട് മൂന്ന് പാട്ടുണ്ട്, പാട്ടല്ല പാർട്ടുണ്ട്. അപ്പോൾ അതായിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഷെങ്കൻ എന്താന്ന് പറയാം. സോ ഷെങ്കൻ എന്ന് പറഞ്ഞാൽ 26+3 കൺട്രീസിലേക്ക് ഉള്ള വിസയാണ്. യൂറോപ്യൻ യൂണിയനിലുള്ള 26 കൺട്രീസും അതുകൂടാതെ ഒരു 3 കൺട്രീസും ഉണ്ട്. ഇതൊക്കെയാണ് 3 കൺട്രീസ്. യൂറോപ്യൻ യൂണിയനിലുള്ള ഈ 26 കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജർമ്മനി, ഫ്രാൻസ്, സ്പെയിന്, ഇറ്റലി, സ്വിറ്റ്സർലാൻഡ് എല്ലാം പെടുന്നുണ്ട്. ഇതിലെല്ലാത്തിനും കൂടിയിട്ട് ഈ ഒറ്റ ഷെങ്കൻ വിസ എടുത്താൽ മതി. ഈ ഷെങ്കൻ വിസ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ കൺട്രീസിലൊക്കെ പോവാം. അതിന് വേറെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഈ ഷെങ്കൻ വിസ മാത്രം മതി. സോ ഇതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് യു കെയിലുള്ളവർക്കായാലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവർക്കും ഷെങ്കൻ വിസ എടുക്കുന്ന ഓപ്ഷൻ ഇത് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കൺട്രീസിലൊക്കെ പോവാം. ഞാൻ ആ കൺട്രീസിന്റെ ലിസ്റ്റ് ഇത് എവിടെ ഒന്ന് കൊടുക്കാം. സോ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു അപ്ലൈ, വേർ ടു അപ്ലൈ, വെൻ ടു അപ്ലൈ എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഞാൻ ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി ഫോണൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്നെ പറ്റാവുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത് വി എഫ് എക്സ് അല്ല, VFS എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. നമ്മൾ യു കെയിലൊക്കെ വന്നപ്പോൾ നമ്മുടെ പാസ്പോർട്ട് വിസയൊക്കെ കളക്ട് ചെയ്യാൻ പോയി അതേ സംഭവം അതിൽ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ മാൾട്ടയിലേക്കാണ് യൂറോപ്യൻ ട്രിപ്പ് പോയത്. കാരണം മാൾട്ടയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആളുടെ അടുത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് പാരീസിലേക്കാണ് പോയത്. 2 കൺട്രി ഞാൻ പോയിട്ടുള്ളൂ. കാരണം എനിക്ക് 1 മന്താ കിട്ടിയുള്ളൂ. പിന്നെ അത്രയധികം ഫണ്ട് ചെലവാക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നില്ല. സോ VFSലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഫ്രാൻസിലേക്കാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ TLS കോണ്ടാക്ട് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ആണ്. അത് ഡിഫറെന്റ് വെബ്സൈറ്റ് ആണ്. ഈ VFSകൾ യു കെയിൽ 3 സ്ഥലത്തുണ്ട്. മാഞ്ചസ്റ്റർ, ലണ്ടൻ, എഡിൻബ്ര ഉണ്ട്. എഡിൻബ്രയിലാണ് ഞാൻ പോയി എടുത്തത്. എനിക്ക് നിയറസ്റ്റ് എഡിൻബ്ര ആയിരുന്നു. ട്രാവലും എളുപ്പം എഡിൻബ്ര ആയിരുന്നു. എഡിൻബ്രയിലാണ് ഞാൻ എടുത്തത്. TLS കോണ്ടാക്ട് ആകുമ്പോൾ ലണ്ടനിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. വേറെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ ലണ്ടനാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. സോ ഫ്രാൻസ് വെച്ച് എടുക്കുന്നവർ അതിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം. TLS കോണ്ടാക്റ്റിൽ ഫ്രാൻസ് വെച്ച് എടുക്കാനുള്ളതിന്റെ കാരണം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെങ്കൻ വിസ കൊടുക്കുന്നതിന് ഓരോ കൺട്രീസിന് ഓരോ ക്രൈറ്റീരിയയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രാൻസിനാണ് ഏറ്റവും കൂടുതൽ കാലം കിട്ടാൻ. ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ 6 മന്ത്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഫ്രാൻസിൽ. സ്പെയിൻ, ജർമ്മനി പോലുള്ള കൺട്രീസിലൊക്കെ 3 മന്ത്സ് കിട്ടും. എനിക്ക് 1 മന്താ കിട്ടിയുള്ളൂ മാൾട്ട അപ്ലൈ ചെയ്തിട്ട്. ഞാനൊരു മണ്ടത്തരം കാണിച്ചാണ്. അപ്പോൾ ഫ്രാൻസിലേക്ക് ഞാൻ പോയിരുന്നു ആക്ച്വലി. അപ്പൊ എനിക്ക് ഫ്രാൻസ് വെച്ച് അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ കൺട്രീസിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ദിവസം ഏത് കൺട്രിയിലാണോ നിൽക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് മാത്രം വെച്ചാൽ മതി. അങ്ങോട്ടേക്കുള്ള VFSൽ നമ്മൾ അപ്ലൈ ചെയ്യുക. ഞാൻ ആക്ച്വലി 4 ഡേയ്സ് ട്രിപ്പാണ് പോയത്. 2 ദിവസം മാൾട്ടയിലും 2 ദിവസം ഫ്രാൻസിലും ആയിരുന്നു. സോ എനിക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിൽ എടുക്കായിരുന്നു. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഏത് കൺട്രിയിലേക്കാണോ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കൺട്രിയുടെ VFSൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ VFS ഗ്ലോബൽ അല്ലെങ്കിൽ VFS മാൾട്ടയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരാം. അതിൽ 5-6 ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് പോകേണ്ടതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. ഫസ്റ്റ് തന്നെ ഐഡന്റിഫൈ യുവർ വിസ ടൈപ്പ് എന്നുള്ളതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അതിൽ 4-5 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഷോർട്ട് സ്റ്റേ വിസ വരുന്നുണ്ട്, ടൂറിസ്റ്റ് വിസ, വിസിറ്റർ ഓർ ഫാമിലി ഓർ ഫ്രണ്ട്സ് വരുന്നുണ്ട്, ബിസിനസ് വിസ, ആൻഡ് EU ഓർ സ്വിസ് നാഷണൽ ഫാമിലി മെമ്പറിന്റെ വിസ, മൈനേഴ്സിനുള്ള വിസ. ഞാൻ എടുത്തത് ഷോർട്ട് സ്റ്റേ വിസയാണ്. ടൂറിസ്റ്റ് വിസയും ഷോർട്ട് സ്റ്റേ വിസയും ഏറെക്കുറെ സെയിം ആണ്. ദെൻ ഇനി ഈ കൺട്രീസിലൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫാമിലി മെമ്പർ, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കൂടെ സ്പോൺസർ ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ആ വിസ എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ അക്കോമഡേഷന്റെ കാര്യം കാണിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ അക്കോമഡേഷന്റെ ഡീറ്റെയിൽസ് കാണിക്കേണ്ടി വരും. അത് ഡോക്യുമെന്റ്സിന്റെ ഇതിൽ ഞാൻ പറയാം കേട്ടോ, എന്തൊക്കെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ കാണിക്കേണ്ടി വരിക എന്നുള്ളത്.
ഫസ്റ്റ് എന്ന ഓപ്ഷൻ ഇതാണ്, ഏത് വിസ ടൈപ്പ് ആണ് വേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ഇതിന് ആപ്ലിക്കേഷൻ ബിഗിൻ ചെയ്യുക, അതായത് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യലാണ്. അത് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. തേർഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ബുക്ക് ആൻഡ് അപ്പോയിന്റ്മെന്റ്. ഈ ബുക്ക് ആൻഡ് അപ്പോയിന്റ്മെന്റിൽ വരുമ്പോൾ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം മെയിൽ ഇത് കിട്ടുന്നതാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ഫോളോ ചെയ്തില്ലെങ്കിലും തേർഡ് സ്റ്റെപ്പ് എടുത്താൽ മതി. അപ്പൊ അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ. ഇപ്പൊ ഞാൻ ആക്ച്വലി ഒക്ടോബറിലാണ് ട്രിപ്പ് പോയത്. എനിക്ക് ജൂലൈയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് സെപ്റ്റംബറിലാണ് ഡേറ്റ് കിട്ടിയത്. 2 months ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ ഈ സമ്മറിലേക്കൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണ്, ജൂൺ ജൂലൈ ഓഗസ്റ്റിലേക്കൊക്കെ പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ മെയിലെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ സമ്മറിൽ ഞാൻ പോയ ടൈമിനേക്കാളും കൂടുതലായിരിക്കും ഈ അവൈലബിലിറ്റി കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും, ആൾക്കാർ അപ്ലൈ ചെയ്യുന്നത് കൂടുതലായതുകൊണ്ട് തന്നെ. സോ 2 മാസം 3 മാസം മുന്നൊക്കെ ഡേറ്റ് എടുത്ത് വെച്ച് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും മെയിൻ സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ഫോമും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഹാജരാക്കേണ്ടതെന്നും മെയിലായിട്ട് കിട്ടും. ആക്ച്വലി 7 ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ 7 എണ്ണമായിട്ട് കൺക്ലൂഡ് ചെയ്യാം. അതിന് ആദ്യത്തെ തന്നെ ആപ്ലിക്കേഷൻ ഫോം ആൻഡ് ഫോട്ടോഗ്രാഫ് ശ്രദ്ധിക്കണം. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ വാലിഡ് അല്ല. ഞാൻ അതും കൊണ്ടാണ് പോയത്. എന്നിട്ട് UK സൈസ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കേണ്ടി വന്നു വീണ്ടും പോയിട്ട്. അപ്പൊ അത് അവിടെ ചെന്ന് VFSലുള്ള ചേച്ചിമാരൊക്കെ ഇന്ത്യക്കാരാണ്, അവിടെയുള്ള വർക്ക് ചെയ്യുന്ന എല്ലാവരും ഇന്ത്യക്കാരായിരുന്നു. പിന്നെ അവരെനിക്ക് ടൈം വന്നു, അങ്ങനെ പോയി മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ ഒരു മണ്ടത്തരം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. UK വാലിഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്, അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫിന്റെ സൈസും മെഷേഴ്സും ഒക്കെ നോക്കിയിട്ട് ആ ടൈപ്പിലുള്ള ഫോട്ടോ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് 5 പേജ് ആണ് വരുന്നത്. ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊണ്ടുപോവുക. നമ്പർ 2 കൺഫേംഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ട്രെയിൻ ആണ്, ജങ്കാറിനൊക്കെയാണ് പോകുന്നതെങ്കിൽ, ഇപ്പൊ ഫ്രാൻസിലേക്കൊക്കെ ബെൽജിയത്തിലേക്കൊക്കെ ബസ്സസ് ഉണ്ട്, ട്രെയിൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതായാലും കൺഫേംഡ് ആയിട്ടുള്ള ടിക്കറ്റ് വേണം, അതാണ് വേണ്ടത്. കൺഫേംഡ് ആയിട്ടുള്ള ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുക. നമുക്ക് ആപ്ലിക്കേഷൻ ഫോം, അതായത് വിസ ഓഫീസിലേക്ക് പോകുമ്പോൾ നമുക്ക് കൺഫേംഡ് ആയിട്ടുള്ള ടിക്കറ്റ് വേണം. അപ്പൊ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ക്യാൻസൽ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ദിവസത്തിലേക്ക് മാറ്റാം. പക്ഷെ അവിടെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കൺഫേംഡ് ആയിട്ടുള്ള ഒരു ടിക്കറ്റ്, വാലിഡ് ആയിട്ടുള്ള ഒരു ടിക്കറ്റ് ഉണ്ടായിരിക്കണം. ഞാൻ ആദ്യം ഒരു ടിക്കറ്റ് എടുത്ത് അത് ക്യാൻസൽ ചെയ്ത് ആ ഡോക്യുമെന്റ് PDF കിട്ടുമല്ലോ, നമുക്ക് മെയിലായിട്ട് കിട്ടുമല്ലോ, അത് ജസ്റ്റ് നമ്മുടെ പേപ്പേഴ്സിന്റെ കൂടെ വെച്ചു. അങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ വേറെ ദിവസമാണ് ട്രാവൽ ചെയ്തത്, അതിൽ പറഞ്ഞ ദിവസങ്ങളൊന്നുമല്ല ഞാൻ ട്രാവൽ ചെയ്തത്. ഓക്കെ. തേർഡ് വൺ അക്കോമഡേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി മെമ്പേഴ്സിന്റെ സ്പോൺസർഷിപ്പ് ഇതൊന്നും ഇല്ലാതെയാണ് പോകുന്നതെങ്കിൽ അക്കോമഡേഷൻ, വാലിഡ് ആയിട്ടുള്ള അക്കോമഡേഷൻ, ഇപ്പൊ എത്ര ദിവസമാണ് നമ്മൾ അവിടെ നിൽക്കുന്നതെങ്കിൽ അതിന്റെ ഇത്രയും കറക്റ്റ് ആയിട്ടുള്ള അക്കോമഡേഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ കാണിക്കണം. അപ്പോൾ Booking.comൽ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ 28 days നമുക്ക് പ്രയർ ആയിട്ട് എന്തെടുക്കാം, ഇതുപോലെ അക്കോമഡേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. പേയ്മെന്റ് അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമ്മൾ ആ ദിവസം അല്ല പോകുന്നെങ്കിൽ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ദിവസം അല്ലെങ്കിൽ നമുക്ക് അത് ബുക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്തിട്ട് പോകാം. പക്ഷെ നമുക്ക് കിട്ടുന്ന മെയിൽ അല്ലെങ്കിൽ PDF ഇതുപോലെ പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നമ്മൾ ഈ പേപ്പേഴ്സിന്റെ കൂടെ വെക്കേണ്ടതാണ്. ദെൻ ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം എന്താണ്, കോപ്പി എടുത്ത് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. അല്ലാതെ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത് കാണിച്ചാൽ പോരാ. ബുക്ക് ചെയ്ത അക്കോമഡേഷന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതുപോലെ കോപ്പി എടുത്ത് അവിടെ വിസ ഓഫീസിൽ പോകുമ്പോൾ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ദെൻ ഫോർത്ത് വൺ ട്രാവൽ ഇൻഷുറൻസ് ആണ്. ഞാൻ കവർ വൈസിന്റെ ട്രാവൽ ഇൻഷുറൻസ് ആണ് എടുത്തത്. 1 yearന്റെ ട്രാവൽ ഇൻഷുറൻസിന് എനിക്ക് 1092 മാത്രമാണ് ആയത്. അതിൽ എല്ലാം ഒന്നും എന്തില്ല, കവർ ആവുന്ന ഇൻഷുറൻസ് ഒന്നുമല്ല എടുത്തേക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ഇൻഷുറൻസ് അവിടെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അധികം കാശ് കളയുണ്ടല്ലോ, നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് അത്രയാണ്. ഇനി നമുക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അവരുടെ ഫ്ലൈറ്റിന്റെ ഇൻഷുറൻസ് എടുക്കാം. അതുപോലെ തന്നെ Booking.comൽ അതിന്റെ ഇൻഷുറൻസ് എടുക്കാം. അങ്ങനെ പല ഇൻഷുറൻസ് ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് 15 pound താഴേക്കുള്ള ഒരു ഇൻഷുറൻസ് ഏതാണോ, ഞാൻ കവർ വൈസ് ആണ്, അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതെടുത്ത് പോയാൽ മതി. അപ്പോൾ 1 year ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഇയർ ഞാൻ ആ ഡേറ്റിന് മുന്നേ പോവുകയാണെങ്കിൽ എനിക്ക് അതേ സെയിം സാധനം യൂസ് ചെയ്തിട്ട് പോകാനും പറ്റും. അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ 1 yearന്റെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രീമിയോ ഗോൾഡോ അതിലേക്കൊന്നും പോകാൻ നിൽക്കണ്ട, ബേസിക് ആയിട്ടുള്ളത് എടുത്താൽ മതി. ഇനി വാലിഡിറ്റി ഇതുപോലെ കുറച്ചധികം കാലമുള്ളത് കിട്ടി കഴിഞ്ഞാൽ പൊളി. ദെൻ 5th പോയിന്റ്, നമ്മൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒന്നും നോക്കാനില്ല, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഫോം കിട്ടണം. ഇനി നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാൻ PSWയിൽ നിൽക്കുമ്പോഴാണ് പോയത്, വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയറിൻ്റെ ഒരു ലെറ്റർ കിട്ടണം. അല്ലെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് 3 monthsന്റെ പേ സ്ലിപ്പ്. 3 monthsന്റെ പേ സ്ലിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീക്ക്ലി പേയ്മെന്റ് ആണെങ്കിൽ ഒരു മാസം 4 പേ സ്ലിപ്പ് വരച്ചു വരും. ഞാൻ 3 monthsന്റെ 12 പേ സ്ലിപ്പിന്റെ കോപ്പി എടുത്തിട്ടാണ് കൊണ്ടുപോയത്.
അത് മാൻഡറ്ററി ആണ്, ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ല. എയ്തർ ഓഫ് ദിസ് ആണ്. ഇപ്പോൾ എംപ്ലോയറിന് അപ്രൂവ്ഡ് ആയിട്ടുള്ള ലെറ്റർ ഇട്ടാണെങ്കിൽ അത് മതി, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ പേ സ്ലിപ്പ് വെക്കുക. അപ്പം ഞാൻ എംപ്ലോയറുടെ അടുത്തൊന്നും പറയാനൊന്നുമില്ല, ഞാൻ ഇതുപോലെ ലാസ്റ്റ് 12 പേ സ്ലിപ്പിന്റെ കോപ്പി വെക്കുകയാണ് ചെയ്തത്. വലിയൊരു പേപ്പർ ആയിരുന്നു എൻ്റെ, ഏറെക്കുറെ ഇത്ര സൈസ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 6th വൺ, എവിഡൻസ് ഓഫ് സഫീഷ്യന്റ് ഫണ്ട് എന്നാണ്. ഈ സഫീഷ്യന്റ് ഫണ്ടിനെ പറ്റിയിട്ട് പലരും പല പല കഥകളും പറയുന്നുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് 3 months കിട്ടണമെങ്കിൽ 3000 പൗണ്ട് തൊട്ട് 5000 പൗണ്ട് വരെ വേണമെന്നൊക്കെയാണ് എന്നോട് പലരൊക്കെ പറഞ്ഞത്. അപ്പോൾ 1 month വേണമെങ്കിൽ ഇത്ര വേണം അത്ര വേണം എന്നൊക്കെ, അങ്ങനെ പല കിംവദന്തികളുണ്ട്. ആക്ച്വലി ഒരു 1000 പൗണ്ടിന് 1500 പൗണ്ടിന് ഇടയിൽ നമ്മൾ ഏത് ദിവസം തൊട്ട് ഏത് ദിവസം വരെയുള്ള ബാങ്ക് ഡോക്യുമെന്റ് ആണ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ദിവസം നമുക്ക് ഈ എമൗണ്ട് ഉണ്ടായാൽ മതി. ഞാൻ 1300 പൗണ്ട് വെച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്റ് വെച്ചാണ് സബ്മിറ്റ് ചെയ്തത്. എനിക്ക് കിട്ടി, ഞാൻ പോയി വന്നു അറിയാലോ. അപ്പോൾ 1300 പൗണ്ടിന്റെ ഇടയിൽ ഞാൻ നെഗറ്റീവിലേക്കൊക്കെ പോയിട്ടുണ്ട്, ഓവർ ഡ്രാഫ്റ്റിലേക്കൊക്കെ പോയിട്ടുണ്ട്, നാട്ടിലേക്ക് കാശ് അയച്ചു അത് ഇതൊക്കെ ആയിട്ട് ഓവർ ഡ്രാഫ്റ്റിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വിഷയമുള്ള കാര്യമല്ല. നിങ്ങൾ ഏത് ദിവസമാണോ അവസാനിപ്പിക്കുന്നത് ആ ദിവസം നിങ്ങളുടെ കയ്യിൽ ഇത്ര എമൗണ്ട് ഉണ്ടായിരിക്കണം. അത് ഇതുപോലെ തന്നെ 3 months, ലാസ്റ്റ് 3 monthsന്റെ ബാങ്ക് ഡോക്യുമെന്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഒരുപാട് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒരുപാട് പേജ് ഉണ്ടായിരുന്നു. എനിക്ക് ഇതുപോലെ ഒരുപാട് പേജ് ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ട് അയച്ചത്, അതുപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റ് പോയത്, അതിന്റെ പലിശ അത് ഇതൊക്കെ ആയിട്ട് കുറേ പേജസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ഓർത്തെടുത്ത് പറയുന്നത്. കുറേ പേജസ് ഉണ്ടായിരുന്നു അത് 3 monthsന്റെ സബ്മിറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ എവിഡൻസ് ഫോർ സഫീഷ്യന്റ് ഫണ്ട് ഒരു 1500 പൗണ്ട് മാക്സിമം, അത് കരുതിയാൽ മതി. ഇത് കൂടുതലൊന്നും ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല. ഇത് വലിയ സംഭവം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ദെൻ 7th വൺ, ബേസിക്കലി നമ്മുടെ പാസ്പോർട്ട് കൊണ്ടുപോകണം. അറിയാലോ, പാസ്പോർട്ട് വിസ ഓഫീസിൽ കൊടുത്തിട്ട് വേണം വരാൻ. എന്നിട്ട് അത് ശേഷം വിസയുടെ കൂടെ മെയിലായിട്ട് വരാനും ചെയ്യാം. റോയൽ മെയിലിൽ വരും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് ട്രാക്ക് ചെയ്യാനുള്ള ഒരു SMS സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ട്രാക്കിങ്ങിനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒരു എക്സ്ട്രാ 3 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വിസ കൊടുത്തു കഴിഞ്ഞിട്ട് വിസ ഏതൊക്കെ സ്റ്റേജിൽ കൂടെയാണ് പോകുന്നത് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ട്രാക്കിംഗ് സിസ്റ്റം ഇവർ തരുന്നുണ്ട്. നമുക്ക് അത് വേണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ എടുക്കാം. അപ്പം ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സും ഹൗ ടു അപ്ലൈ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ ആപ്ലിക്കേഷൻ ഫീ ആണ്. ഇപ്പം നമ്മൾ ഈ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ 27 പൗണ്ട് മാത്രമാണ് അടയ്ക്കേണ്ടി വന്നത് എനിക്ക്. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ SMS ചാർജ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എടുക്കാം, ഒരു 30 പൗണ്ട് മാക്സിമം ആ ഒരു എമൗണ്ട് ആണ് വരുന്നുള്ളൂ. ഞാൻ 27 പൗണ്ടാണ് അടച്ചിട്ടുള്ളൂ ഈ ആപ്ലിക്കേഷൻ ഫോമിന്റെ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ, വിസ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞിട്ട്. ദെൻ 5ാമത്തെ സ്റ്റെപ്പ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ വിസിറ്റ് യുവർ വിസ ആപ്ലിക്കേഷൻ സെന്റർ. ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഏത് ദിവസമാണോ ബുക്ക് ചെയ്തത് ആ സമയത്ത് കറക്റ്റ് ആയിട്ട് എത്തണം. കാരണം സ്ലോട്ട് ഇങ്ങനെ ഒരുപാട് പേരുണ്ടായിരിക്കും. സ്ലോട്ട് ഇപ്പം നമ്മൾ ആ സമയത്ത് എത്തിയില്ലെങ്കിൽ സ്ലോട്ട് പോകും. പിന്നെ വീണ്ടും നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് പോകണം. പിന്നെ സംസാരിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, കാരണം അവിടെയുള്ള എല്ലാവരും ഇന്ത്യക്കാരാണ്. ഒരുവിധം എല്ലായിടത്തും അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കൊടുക്കും എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്, ഈ വിസ ഓഫീസിൽ VFSSലൊക്കെ. പക്ഷെ സ്റ്റിൽ ടൈമിന് എത്താൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി അവിടെ വരുന്ന പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ 107 പൗണ്ടാണ് എനിക്ക് അവിടെ പേയ്മെന്റ് വന്നത്. അത് റീഫണ്ടബിൾ അല്ല കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ അടച്ച വിസ ആപ്ലിക്കേഷൻ ഫീ നമ്മളിപ്പോൾ വിസ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ റീഫണ്ടബിൾ ആണ്, നമുക്ക് തിരിച്ച് കിട്ടും. പക്ഷേ ഈ വിസ ഫീ നമ്മുടെ ഓഫീസിൽ ചെന്ന് അടയ്ക്കുന്ന 107 പൗണ്ട് നമുക്ക് വിസ കിട്ടിയില്ല, റിജക്റ്റഡ് ആയി കഴിഞ്ഞാൽ റീഫണ്ട് ഒന്നും കിട്ടത്തില്ല. അത് അതിന്റെ പാട്ടിന് അങ്ങോട്ട് പോയി. അപ്പോൾ അത് ഓർത്ത് വെക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ കളക്ട് ചെയ്യുക പാസ്പോർട്ട്. അത് നമുക്ക് ഏതർ നമ്മുടെ പോസ്റ്റ് ഓഫീസിലേക്ക് വേണമെങ്കിൽ വരുത്താം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് തന്നെ നമ്മൾ. ഞാനൊക്കെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു മിസ്സായി പോകുന്നുള്ളതൊക്കെ. കുഴപ്പമൊന്നുമില്ല, പാസ്പോർട്ട് വിസയും കൂടി ഈ സൈസിലേ ഉള്ളൂ, അത് ലെറ്റർ ബോക്സിന്റെ ഉള്ളിൽ കൂടെ ഇടാവുന്നതേ ഉള്ളൂ. അവരിട്ടിട്ട് ബുക്കോളും, സീനൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇതാണ് ഹൗ ടു അപ്ലൈ, വെർ ടു അപ്ലൈ, വെൻ ടു അപ്ലൈ എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽസ്. ഇപ്പം എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുക. ദെൻ അടുത്ത ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എനിക്ക് എത്ര ചെലവായി എന്നുള്ളതാണ്. സോ എക്സ്പെൻസസ്. 4 ദിവസത്തെ ട്രിപ്പായിരുന്നു എൻ്റെത്. ഞാൻ ഒക്ടോബർ 25 പോയി, ഒക്ടോബർ 29 തിരിച്ചെത്തി എന്നുള്ളതാണ്. 4 ദിവസത്തെ ട്രിപ്പായിരുന്നു. 4 ഫുൾ ഡേ ഉണ്ടായിരുന്നു. ഒരു നൈറ്റ് മാൾട്ടയിലുള്ള ഫ്ലൈറ്റിലായിരുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ 4 ദിവസത്തിനും കൂടിയിട്ട് എനിക്ക് 500 പൗണ്ടാണ് ചെലവ് വന്നിട്ടുള്ളൂ. ഈ 500 പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിസ ഫീ, ആപ്ലിക്കേഷൻ ഫീ, ഫ്ലൈറ്റ് ടിക്കറ്റ്, പിന്നെ അവിടെയുള്ള അക്കോമഡേഷൻ, ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ. സോ ഇതിൽ കൂടുതൽ ചിലവൊക്കെ വരും തോന്നുന്നു നിങ്ങൾ ഏജൻസി ത്രൂ ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. ഞാൻ ജസ്റ്റ് എൻ്റെ ചിലവുകളൊന്ന് പറയാം. അപ്പം ആദ്യം പറഞ്ഞ പോലെ അപ്പോയിൻമെന്റ് ഫീ എടുത്തതിന് 27 പൗണ്ടാണ് വന്നത്. വിസ ആപ്ലിക്കേഷൻ ഫീ 107 പൗണ്ടാണ് വന്നത്. രണ്ടും കൂടി കൂട്ടിയിട്ട് 144 പൗണ്ട്. സോ ബേസിക്കലി 150 പൗണ്ട് കൂട്ടാം. എനിക്കിനി ഫ്ലൈറ്റ്, ഞാൻ 3 ഫ്ലൈറ്റ് എടുത്തു, അതുകൊണ്ടാണ് എനിക്ക് ഫ്ലൈറ്റിന് കുറച്ച് റേറ്റ് വരുന്നത്.
ഇപ്പൊ നിങ്ങളൊരു കൺട്രിയിലേക്ക് പോകുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കുറവായിരിക്കും. ഇപ്പൊ ഞാൻ ഫ്രാൻസ് മാത്രമേ പോയുള്ളായിരുന്നെങ്കിൽ എനിക്ക് ഇതിലും കുറവിന് കിട്ടിയാണ്. സോ ഞാൻ ബേസിക്കലി ഫസ്റ്റ് മാൾട്ടയിലേക്ക് പോയി. മാൾട്ടയിലേക്ക് എനിക്ക് 64 പൗണ്ടിനാണ് ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് 1 വീക്ക് മുന്നേ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് അന്ന് തന്നെ ക്യാൻസൽ ചെയ്തായിരുന്നു ഡോക്യുമെന്റ് കിട്ടിയതിനപ്പോൾ. ദെൻ 1 വീക്ക് മുന്നേ ഞാൻ ഭയങ്കര മടിയനായതുകൊണ്ട് തന്നെ 1 വീക്ക് മുന്നാണ് ദെൻ ഫ്ലൈറ്റ് എടുത്തത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും റേറ്റ് വന്നത്. ഈസി ജെറ്റും റയാനെയറൊക്കെയാണ് ഫ്ലൈറ്റ്സ് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അതുകൂടാതെ തന്നെ എയർ മാൾട്ടയുടെ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ബേസിക്കലി ഇതാണ് എടുത്തത്. അപ്പൊ അതിൽ ലഗേജ് കുറവായിരിക്കും. ബാഗ് ഉണ്ടല്ലോ, ആ ഒരു ലഗേജ് ആണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ എക്സ്ട്രാ ലഗേജ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേ ചെയ്യാൻ വേണം. അപ്പോൾ ഞാൻ പോയ പോലെ 4 ദിവസത്തെ ഇതിനൊക്കെ ആണെങ്കിൽ ഒരു ജോഡി ഡ്രസ്സും കുറച്ച് സാധനങ്ങളും നമ്മുടെ സംഭവങ്ങളൊക്കെയാണ് വേണ്ടി വന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം വേറെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾ ഇതുപോലെയുള്ള ഫ്ലൈറ്റിൽ, അതായത് ഈസി ജെറ്റോ റയനെയറിലൊക്കെയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ എക്സ്ട്രാ ലഗേജിന് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. ഈ സ്റ്റിൽ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ബാഗ് മാത്രമായിട്ടാണ് പോയത്. ഇപ്പോൾ 10-15 ദിവസത്തെ ട്രിപ്പൊക്കെ പോകുന്നവർ ലഗേജ് എന്തായാലും എക്സ്ട്രാ ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഫ്ലൈറ്റ്സ് ട്രൈ ആവുന്നതാണ്. ഇപ്പോൾ എയർ മാൾട്ട പോലുള്ള ഫ്ലൈറ്റ്സ് ഒക്കെ ട്രൈ ആവുന്നതാണ്. അല്ലെങ്കിൽ ഫ്രഞ്ച് എയർവേസിന്റെ ഫ്ലൈറ്റ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ആവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഈ ഈസി ജെറ്റിന്റെയോ റയനെയറിന്റെയോ ഫ്ലൈറ്റ്സ് എടുത്ത് പോയാൽ മതി. ഒരു ടെൻഷനും ഇല്ല, എപ്പോഴും ഫ്ലൈറ്റും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്ലൈറ്റ് 64 പൗണ്ടാണ് വന്നത്. അപ്പോൾ 215 പൗണ്ടായി എൻ്റെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ മാൾട്ടയിൽ എത്തിക്കഴിഞ്ഞിട്ട് മാൾട്ട വളരെ ചീപ്പായിട്ടുള്ള ഒരു കൺട്രിയാണ് ആക്ച്വലി. വലിയ ചിലവൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റിൽ ഞാൻ ജങ്കാറിൽ പോയായിരുന്നു. അതുപോലെ തന്നെ സ്പീഡ് ബോട്ട് ജെറ്റിലൊക്കെ പോയി. ഞാനൊരു ഐലാൻഡിലൊക്കെ ചെന്ന് ഐലാൻഡിലൊക്കെ ബോംബ് ഭീഷണിയൊക്കെ കാരണം അതൊക്കെ പെട്ടുപോയൊക്കെ ഉണ്ടായിരുന്നു. ചില അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. വലിയ സംഭവമായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. സ്റ്റിൽ താല്പര്യമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതെല്ലാം കൂടിയിട്ട് 2 ദിവസത്തെ ട്രിപ്പിന് എനിക്ക് മാൾട്ടയിൽ മാക്സിമം പോയ ഒരു 50 പൗണ്ടാണ് മാക്സിമം ചിലവായിട്ടുള്ളൂ. കാരണം എനിക്ക് അക്കോമഡേഷൻ ഉണ്ടായിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷന്റെ ചിലവ് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് നിന്നത്. അപ്പൊ എനിക്ക് മാൾട്ട മൊത്തം ഏറെക്കുറെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് 50 പൗണ്ട് മാക്സിമം ആണ് കേട്ടോ. 50 പൗണ്ട് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. കാരണം എനിക്ക് ഒരുപാട് ഫുഡൊന്നും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മാൾട്ടയിൽ. ജസ്റ്റ് വയറിറക്കാനുള്ള ഫുഡ് മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മാൾട്ടയിൽ. സോ അതൊരു 50 പൗണ്ട്, ഇപ്പോൾ 215ഉം 50ഉം കൂട്ടിയ 265. ദെൻ മാൾട്ട ടു ഫ്രാൻസ് ഞങ്ങൾ 2 പേർക്ക് 110 പൗണ്ടിനാണ് ഫ്ലൈറ്റ് കിട്ടിയത്. ഒരാൾക്ക് 55 പൗണ്ട്. ഇപ്പൊ 265ഉം 5 270 320 പൗണ്ടായി ഞങ്ങളുടെ എക്സ്പെൻസസ്. ദെൻ ഫ്രാൻസിൽ ഞങ്ങൾ 1 ഡേ ഒരു അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 65 പൗണ്ടാണ് ആയത്. അപ്പോൾ ഒരാൾക്ക് 32 പൗണ്ട്. 35 കൂട്ടിക്കഴിഞ്ഞാലും 320ഉം 35ഉം 355 പൗണ്ടായി. ദെൻ ഞങ്ങൾ ഈഫൽ ടവറും ലോറെ മ്യൂസിയവും സന്ദർശിച്ചായിരുന്നു. ആക്ച്വലി രണ്ടിനും 20+ വരുന്നുണ്ട് ടിക്കറ്റ്. അപ്പൊ അതിനൊരു 50 കൂട്ടി കഴിഞ്ഞാൽ 365, 355 355 പ്ലസ് 50 കൂട്ടി കഴിഞ്ഞാൽ 405 പൗണ്ടാണ് അയക്കുന്നത്. ദെൻ എനിക്ക് അവിടെ ഫ്രാൻസിൽ വന്ന ചിലവ്, ഫ്രാൻസ് ഏറെക്കുറെ UK പോലെ തന്നെയാണ്. അവിടെ ഞങ്ങൾ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഫുഡൊന്നും എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. സോ ബേസിക് ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് ഞങ്ങൾ അവിടെ ട്രൈ ചെയ്തിട്ടുള്ളൂ. ദെൻ ട്രാവലിന് ട്രാവൽ കാർഡ് എടുത്തിരുന്നു. ഡെയിലി ട്രിപ്പർ പോലെ ട്രാമിൽ, ട്രെയിനിൽ, ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റിയ ടിക്കറ്റ് എടുത്തായിരുന്നു. അതിന് 22 പൗണ്ടാണ് വന്നത്. സോ വേറെ ട്രാവൽ എക്സ്പെൻസസ് ഇല്ല, ജസ്റ്റ് ഫുഡിന്റെ എക്സ്പെൻസസ്. ദെൻ എൻ്റെ റിട്ടേൺ ഫ്ലൈറ്റ് അതെനിക്ക് നല്ല റേറ്റ് കുറവിനാണ് കിട്ടി. എനിക്ക് 43 പൗണ്ടിന് എന്തോ കിട്ടി, പാരീസ് ടു എഡിൻബ്ര ഫ്ലൈറ്റ്. സോ ബേസിക്കലി 500 പൗണ്ട്, ചിലപ്പോൾ 500ന് കൂടുതലായിട്ടുണ്ടാവും, ചിലപ്പോൾ 500ന് കുറവായിരിക്കും. സോ ഈ 500 പൗണ്ടിനാണ് ഞാൻ എൻ്റെ 4 ദിവസത്തെ ട്രിപ്പ് കവർ ചെയ്തത്. സോ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ഇതിലും നന്നായിട്ട് പിടിച്ചിരുന്നെങ്കിൽ മുന്നൊക്കെ ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് കറക്റ്റായിട്ട് ചാർട്ട് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൽ നിന്നും കുറഞ്ഞ എമൗണ്ടിന് എനിക്ക് കിട്ടിയേനെ. സോ ഈ ഷെങ്കൻ വിസ എടുത്ത് ഇതുപോലെ യൂറോപ്യൻ കൺട്രീസിൽ പോകാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ചെറിയൊരു നല്ല പ്ലാനിങ്ങും കൂടി പക്കായിരിക്കും. ഇതുപോലെ തന്നെ ട്രാവൽ ഐറ്റിനറി ഒക്കെ ഫോളോ ചെയ്ത് പോകുന്നവരാണെങ്കിൽ പക്ക, ഒന്നും നോക്കാനില്ല. ഇനി ഇതുപോലെ തന്നെ ഞാൻ പറയാൻ മറന്നൊരു കാര്യമാണ്, ഈ ട്രാവൽ ഐറ്റിനറി നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. അത് ഓപ്ഷണലാണ്, മാൻഡേറ്ററി ഒന്നുമല്ല. നിങ്ങളിപ്പോ ഏത് കൺട്രിയിലേക്കാണ് പോകുന്നത്, അവിടെ എന്തൊക്കെയാണ് ചെയ്യാൻ പ്ലാൻ ഉള്ളത് എന്നുള്ളത് സബ്മിറ്റ് ചെയ്യണം നല്ലതാണ്. കാരണം അത് ഈ ഡോക്യുമെന്റ്സിൽ ചോദിച്ചിട്ടൊന്നുമില്ല അവര്, പക്ഷെ ഒട്ടുമിക്ക എല്ലാവരും സബ്മിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു കിട്ടുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനും ഒരെണ്ണം ഉണ്ടാക്കി ഒന്ന് സബ്മിറ്റ് ചെയ്തായിരുന്നു. ഇത് ജസ്റ്റ് ChatGPT
കയറിയിട്ട് ഞാൻ മാൾട്ടയിലേക്കാണ് പോകുന്നത്, മാൾട്ടയിൽ ഇന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്, ഇന്ന ദിവസത്തിലാണ് പോകുന്നത്. സോ ട്രാവൽ ഇറ്റിനറി മേക്ക് ചെയ്ത് തരാൻ പറഞ്ഞു. ട്രാവൽ ഇറ്റിനറി മേക്ക് ചെയ്ത് തന്നു. അത് അതുപോലെ തന്നെ കോപ്പി എടുത്ത് സബ്മിറ്റ് ചെയ്തു. വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്താനാണില്ല. സോ അതും സിമ്പിളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഷെങ്കൻ വിസയുടെയും എൻ്റെ യാത്രയുടെ ഒക്കെ ഡീറ്റെയിൽസ്. തീർച്ചയായിട്ടും താല്പര്യമുള്ള ഇതിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അറിയാവുന്നതൊക്കെ ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും.